ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആവാൻ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവ് ആയി പോകാൻ ഇതിനെല്ലാം സ്വിച്ച് വേർഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് എഫോമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് അല്ലാന്നുണ്ടെങ്കിൽ മണി അട്രാക്റ്റ് ചെയ്യാനായിട്ടെല്ലാം ഇതുപോലെയുള്ള നമ്പേഴ്സ് ഉണ്ടോ എന്ന് പലരും ഈ അടുത്തായിട്ട് കമൻസിൽ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും അങ്ങനെയുള്ള ഒരു നമ്പറിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്കൊരു അർജൻറ്റ് മണി വേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മണി ബ്ലോക്കേജ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ കടം കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല, ഒരുപാട് നാളുകളായി കൊടുത്തിട്ട് പക്ഷേ കിട്ടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സാലറി ബ്ലോക്കായി കിടക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ടഫ് സിറ്റുവേഷനിലൂടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പർ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് 897 എന്നുള്ളൊരു നമ്പറാണ്. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങളുടെ ഇടത് കൈത്തണ്ടയിലാണ് എഴുതേണ്ടത്. ഇടത് കൈത്തണ്ടയിൽ റിസ്റ്റ് പോർഷനിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എഴുതേണ്ടത്. അതും പച്ച മഷി ഉപയോഗിച്ച് തന്നെ എഴുതുക, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. ഇപ്പോൾ ഇവിടെ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തള്ളവിരലിൻ്റെ താഴെയായിട്ട് ഈ ഒരു പോർഷനിലും ഈ നമ്പർ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ ഏതെങ്കിലും ഒരു പ്ലേസിൽ എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു 11 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു 11 ഡേയ്സിന് മുൻപ് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു പൈസ നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഴുത്ത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു സമയ നിബന്ധനയൊന്നുമില്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൈത്തണ്ടയിൽ ഇതുപോലെ പച്ചമഷി ഉപയോഗിച്ച് എഴുതിക്കണം. പിറ്റേ ദിവസം തീർച്ചയായിട്ടും അത് മായാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജായി കിടക്കുന്ന മണി അല്ലാന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യ ഒരു ഘട്ടത്തിൽ ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു മണി യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ വളരെ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. യൂണിവേഴ്സിനോട് നന്ദി പറയാം.